ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കുക്കർ പുലാവ്, വെജിറ്റബിൾ പുലാവ്. അപ്പോൾ പിന്നെ ഫിഷ് ഫ്രൈ മസാല അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ വീട്ടിൽ എന്തുണ്ട്, ഗ്രീൻ പീസ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് വെജിറ്റബിൾസ് ഉണ്ടായാലും നമുക്കത് എടുത്ത് കട്ടാക്കി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കെടുക്കാം. വെജ് കട്ടിങ് ചെറുതാക്കിയിട്ട് ആക്കിയാൽ നമുക്ക് പുലാവ് കാണുമ്പോൾ ഒരു സ്റ്റൈലായിട്ടുണ്ടാവും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുക്കർ നല്ല ചൂടായതിനു ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ അധികം എണ്ണ വേണ്ടവർക്ക് എണ്ണ അധികം, ഞാൻ ഒരു മീഡിയം എണ്ണ ഒഴിച്ച്, പിന്നെ പട്ട, കറാമ്പ്, ഏലക്ക ഇത് മൂന്നും ഇട്ട് നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം നല്ല രീതിയിൽ വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചോപ്പാക്കിയ ഉള്ളി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ഇതിലോട്ട്. ടേസ്റ്റിന് ഉപ്പിടാം. നമുക്ക് ഒരു 3-4 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ഇടാം. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി നല്ല വഴണ്ടതിന് ശേഷം ടൊമാറ്റോ, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണോ 3/4 സ്പൂണോ ചിക്കൻ മസാല. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച വെജിറ്റബിൾസ് അതിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബിരിയാണി ഇല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രീതിയിൽ വറുത്തെടുത്ത് നമുക്ക് അരിന് പാകത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ അരി എടുത്തിടാം. എന്നിട്ട് നല്ല വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് കുക്കറാണ് മല്ലിയില ഇടാം. പിന്നെ ചെറുപുളി ഇഷ്ടപ്പെടുന്നവർക്ക് ചെറുപുളി ഇടാം. അപ്പോൾ ഞാൻ ചെറുപുളി ഇട്ടിട്ടില്ല, ടൊമാറ്റോ നല്ല പുളി ഉണ്ടായ ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ വെജ് പുലാവ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, എന്നാലും ഒന്ന് സ്പീഡായിട്ട് പറയാം. അപ്പോൾ മുളക് പൊടി 2-3 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 6 ടീസ്പൂൺ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ പുളി ഒഴിക്കാൻ നിങ്ങളുടേതായ ചോയ്സ്. ഇപ്പോൾ നമുക്ക് കരിക്ക് നമ്മൾ ഉപയോഗിച്ച അതേ പുളിയോ ഇല്ല കുടംപുളിയോ ഇല്ല വെനിഗറോ, അത് ഏത് നമുക്ക് ഇഷ്ടപ്പെടുമോ ആ രീതിയിൽ ആക്കി മിക്സാക്കിയാൽ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മസാല ആക്കിയെടുക്കാം. ഈ ഫിഷ് ഫ്രൈക്ക് വേണ്ട മസാല. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി കട്ടാക്കി ചെറുങ്ങനെ കട്ടാക്കിയിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക. കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഉള്ളി 2-3 ഉള്ളി ഇടാം. അപ്പോൾ നമുക്ക് ആ 4 കഷ്ണം മീനുക്കുള്ള ഉള്ളി അത്. അപ്പം അതിനെ നല്ല രീതിയിൽ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് അറിയുന്നവരൊന്ന് കമൻറ്റ് അയക്കണേ. കമൻറ്റ് ഇടാൻ ഫ്രീ അല്ലേ, സോ പ്ലീസ് കമൻറ്റ്. അപ്പോൾ നല്ല ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 3 നല്ല പുളിയുള്ള ടൊമാറ്റോ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അത് നല്ല ജ്യൂസി ടെക്സ്ചർ വരുന്നവരെ നല്ല രീതിയിൽ അതിന് വേവിച്ചെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ചാർജ് ആവില്ല, അതും ഫ്രീ തന്നെയല്ലേ. ഇനി അതിലോട്ട് മുളക് പേസ്റ്റ്, അതായത് മുളക്, മല്ലി, മഞ്ഞളിട്ട പേസ്റ്റ് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ലേശം കറിൻ്റെ പുളി കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇല്ല സിർക്ക വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളുപ്പ് ടേസ്റ്റിനനുസരിച്ച്. നല്ല തിളക്കുന്ന സമയത്ത് നമുക്ക് ഫിഷ് എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതിലോട്ട് ഫിഷിനെ നല്ല രീതിയിൽ മസാല എല്ലാം ഒന്ന് ബൈൻഡായി കിട്ടുന്നത് വരെ വെക്കാം. നമുക്ക് ഒരു സ്വലാത്തിൻ്റെ മഹത്വം കൂടി കേൾക്കാം. സ്വലാത്ത് അഹ്ലി ബൈത്ത്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ ഔലാദിഹി വ അസ്വാജിഹി വ ദുർരിയാത്തിഹി വ അഹ്ലി ബൈത്തിഹി വ അസ്ഹാരിഹി വ അൻസ്വാരിഹി വ അഷിയാഇഹി വ മുഹിബ്ബിഹി വ ഉമ്മത്തിഹി വ അലൈന മഅഹും അജ്മഈൻ യാ അർഹമർ റഹീമീൻ. ഈ സ്വലാത്ത് പരിപൂർണ സ്വലാത്ത് എന്നാണ് ഇതിൻ്റെ പേര്. മഹത്തായ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെയും മക്കളെയും ഭാര്യമാരുടെയും സന്തതിയും സാദാത്തുക്കളെയും അളിയന്മാരുടെയും എല്ലാവരുടെയും മേലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയുള്ള ദുആ ആണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് നിത്യം ചൊല്ലുന്നവർക്ക് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ കിട്ടും എന്ന് ഹസ്രത്ത് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്.